ലിബിയൻ സൈനിക ചരിത്രത്തെയും പശ്ചിമേഷ്യൻ നയതന്ത്ര ലോകത്തെയും ഒരുപോലെ നടുക്കിയ വാർത്തയാണ് ഇപ്പോൾ തുർക്കിയിൽ നിന്നും വരുന്നത്. ലിബിയൻ സൈനിക മേധാവി മുഹമ്മദ് അലി അഹമ്മദ് അൽ ഹദ്ദാദ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. തുർക്കിയിലെ അതീവ രഹസ്യ സ്വഭാവമുള്ള ചർച്ചകൾക്ക് ശേഷം മടങ്ങുമ്പോഴായിരുന്നു ഈ ദുരന്തം. കേവലം ഒരു വിമാനാപകടം എന്നതിലുപരി മേഖലയിലെ മാറുന്ന സൈനിക കൂട്ടുകെട്ടുകളുടെ പശ്ചാത്തലത്തിൽ ലോകരാഷ്ട്രങ്ങൾ അതീവ ഗൗരവത്തോടെയാണ് ഈ സംഭവത്തെ നോക്കിക്കാണുന്നത്. അങ്കാറയിലെ യസൻബോഗ വിമാനത്താവളത്തിൽ നിന്ന് ട്രിപ്പോളിയിലേക്ക് പറന്നുയർന്ന ഫാൽക്കൺ 50 ബിസിനസ് ജെറ്റാണ് തകർന്നു വീണത്. ചൊവ്വാഴ്ച രാത്രി 8:10 വിമാനം ആകാശത്തേക്ക് ഉയർന്നു. എന്നാൽ കൃത്യം 42 മിനിറ്റുകൾക്ക് ശേഷം വിമാനവുമായുള്ള റേഡിയോ ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടു. അങ്കാറയിൽ നിന്ന് 74 കിലോമീറ്റർ അകലെയുള്ള ഹെയ്മാന ജില്ലയ്ക്ക് മുകളിൽ വച്ചാണ് അപകടം ഉണ്ടായത്. വിമാനം തകരുന്നതിന് തൊട്ട് മുമ്പ് പൈലറ്റ് അടിയന്തര ലാൻഡിങ്ങിന് ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. സൈനിക മേധാവി ഉൾപ്പെടെ വിമാനത്തിൽ ഉണ്ടായിരുന്ന 5 പേരും കൊല്ലപ്പെട്ടതായി തുർക്കി ആഭ്യന്തരമന്ത്രി അലി യെർലിക്കായ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആരായിരുന്നു മുഹമ്മദ് അലി അഹമ്മദ് അൽ ഹദ്ദാദ്? മുൻ ലിബിയൻ ഭരണാധികാരി മുഅമ്മർ ഗദ്ദാഫിക്കെതിരെ പോരാട്ടത്തിൽ നിർണായക പങ്കുവഹിച്ച സൈന്യത്തിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. ലിബിയയിലെ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയുള്ള സർക്കാരിനെ ശക്തിപ്പെടുത്തുന്നതിൽ ഇദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ മരണം ലിബിയൻ സൈന്യത്തിന് നികത്താനാവാത്ത ഒരു നഷ്ടം തന്നെയാണ്. ഈ അപകടം ചർച്ചയാകാൻ ചില കൃത്യമായ കാരണങ്ങളുണ്ട്. തുർക്കി സന്ദർശനത്തിനിടെ അദ്ദേഹം തുർക്കി പ്രതിരോധ മന്ത്രിയുമായും സൈനിക തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിലവിലെ ലിബിയയിലെ UN പിന്തുണയുള്ള സർക്കാരിന് സൈനികവും സാമ്പത്തികവുമായ കരുത്ത് പകരുന്നത് തുർക്കിയാണ്. മെഡിറ്ററേനിയൻ മേഖലയിലും വടക്കൻ ആഫ്രിക്കയിലും തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ ലിബിയയെ ഒരു താവളമായി ഉപയോഗിക്കുന്നു എന്ന വിമർശനം ആഗോള തലത്തിൽ തന്നെയുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തുർക്കിയുടെ ഇത്തരം വിദേശ നയങ്ങളെയും സൈനിക നീക്കങ്ങളെയും അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലിബിയൻ സൈനിക തലവന്റെ ഈ അപ്രതീക്ഷിത മരണം കേവലം ഒരു അപകടമാണോ അതോ ഇതിന് പിന്നിൽ മറ്റ് അട്ടിമറികൾ ഉണ്ടോ എന്ന ചർച്ചകൾ പ്രതിരോധ വിദഗ്ധർക്കിടയിൽ സജീവമാണ്. ലിബിയൻ പ്രധാനമന്ത്രി അബ്ദുൽ ഹമീദ് ദബൈബ സംഭവത്തിൽ ഔദ്യോഗികമായി അനുശോചനം രേഖപ്പെടുത്തി കഴിഞ്ഞുവെങ്കിലും ആഫ്രിക്കൻ അറബ് മേഖലയിൽ തുർക്കി നടത്തുന്ന സൈനിക ഇടപെടലുകൾക്ക് ഈ അപകടം വലിയൊരു തിരിച്ചടിയായേക്കാം. വരും ദിവസങ്ങളിൽ പുറത്തു വരുന്ന അന്വേഷണ റിപ്പോർട്ടുകൾ മാത്രമായിരിക്കും ഈ അപകടത്തിന് പിന്നിലെ യഥാർത്ഥ ദുരൂഹതകളുടെ ചുരുളഴിക്കുക. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.